ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നിങ്ങൾ വേറെ ലെവലിൽ സപ്പോർട്ടാണ് തന്നത്. ആ ഒരു വീഡിയോൻ്റെ അടിയിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ട ഒരു കമൻ്റ് ആണ്, ബ്രോ എനിക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണം, അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീ ഫയറും കളിക്കണം, കൂടാതെ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹമുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയിട്ട് കണ്ടന്റ് ക്രിയേറ്റർ ആവണം. അപ്പോൾ ഈ ഒരു ഫോണിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു 4K എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസ് എടുക്കണം. ഇത് മൂന്നും നടക്കുന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ബ്രോ സജസ്റ്റ് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോ തന്നെ ആയിട്ടാണ്. അതെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നതും അതുകൂടാതെ 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതും ഇതുകൂടാതെ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ ഏതാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഫോൺ വേറെ ഏതല്ല ഫ്രണ്ട്സ്, നമ്മുടെ ഐക്യുവിൻ്റെ ഇവിടെ കാണുന്ന Z10R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൽ തന്നെ ഞാൻ 4K വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ സാമ്പിൾസും കാണിക്കുന്നുണ്ട്, ഫോട്ടോസും കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫോണെ പറ്റി ഇതാണ് അതാണ് ഇത്ര കിട്ടും ഇതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ജസ്റ്റ് ഇതിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്തും അതുപോലെ തന്നെ ഫ്രീ ഫയർ കളിച്ചും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാനായിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഫോണാണോ ഇതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അധികം പറഞ്ഞ സമയം കളയാനില്ല, നമുക്ക് വേഗം ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഫോൺ എടുത്ത് നേരെ നമ്മുടെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കാം, കൂടാതെ 4K വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അധികം പറഞ്ഞ സമയം കളയാനില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ് ഇതാണ് വെറും 20,000 താഴെ വരുന്ന ഐക്യുവിന്റെ പുതിയ IQ Z10R 120Hz കോഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഫ്രണ്ട്സിൽ വരുന്നത്. കൂടാതെ 32 മെഗാപിക്സലിന്റെ 4K സെൽഫി ക്യാമറയും 50 മെഗാപിക്സലിന്റെ സോണി IMX882 വിത്ത് OIS ബാക്ക് ക്യാമറയും വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K വീഡിയോസ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പെർഫോമൻസ് നോക്കിയാൽ MediaTek Dimensity 7400 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രീ ഫയർ ഒക്കെ നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ 5700 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിന്റെ കേസിലും പേടിക്കേണ്ട. 44 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ചാർജും കയറിക്കോളും. എന്തായാലും ഇതിന്റെ ക്യാമറയാണ് മെയിൻ. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസും കൂടാതെ 4K ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ വീഡിയോ സാമ്പിൾസും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് പോർട്രേറ്റ് ഫോട്ടോസ് ആണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല ഫ്രണ്ട്സ്, വേറെ ലെവലായിട്ടുള്ള പോർട്രേറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു റോസിന്റെ ഫോട്ടോ. ഇനി നമുക്ക് 4K വീഡിയോ സാമ്പിൾസ് നോക്കാം. ഫ്രണ്ട്സ് ഞാനിപ്പോൾ IQ Z10R 4K ബാക്ക് ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 30 FPS ഓഡിയോ ഒക്കെ ഈ ഒരു ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് IQ Z10R ഫ്രണ്ട് ക്യാമറയിലാണ്. 4K 30 FPS നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എടുക്കാൻ പറ്റുന്ന ഫോൺ ഇതാണെന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ഈ ഒരു ഫോണിൽ നമ്മുടെ ഫ്രീ ഫയർ കളിച്ച് നോക്കിയാലോ, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ IQ Z10R ഫ്രീ ഫയർ കളിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട്സ്. ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ഫ്രീ ഫയർ ഗെയിം കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാണ് ഫ്രണ്ട്സ്. ഇനി കളിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, കളിക്കുന്നതിനേക്കാൾ മുമ്പ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. ഞാനിവിടെ എല്ലാം അൾട്രയും മാക്സ് ഒക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് മാക്സിമം എത്രത്തോളം ഗ്രാഫിക്സ് നമുക്ക് ഫ്രീ ഫയറിൽ ഗെയിമിൽ ഇടാൻ പറ്റും അത്ര ഞാൻ ഈ ഒരു ഫോണിൽ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഫ്രണ്ട്സ് നമ്മൾ ഗെയിം കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാഷ് കോഡാണ് കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഗെയിം കഴിയുകയും ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും സാധിക്കും എങ്ങനെയുണ്ട് കളിക്കാൻ, ലാഗ് ഉണ്ടോ, സ്മൂത്ത് ആണോ, ഈ ഒരു ഫോൺ വെറുത്തായിരിക്കുമോ ഫ്രീ ഫയർ കളിക്കാൻ, എല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഗെയിം പ്ലേയിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 മാച്ച് കളിച്ച് നോക്കാം, എന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്, നമുക്കിനി നോക്കാം. തന്നെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ബൈ ചെയ്തു. നരൂട്ടോ ആയിട്ടുള്ള കൊളാബുകളുണ്ട് ഗൈസ്. ഇതിവിടെ സ്പിൻ ചെയ്ത് എറിയുന്ന സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം ബൈ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓക്കെ ത്രോ ചെയ്താൽ മതി ഫ്രണ്ട്സ്. ചുമ്മാ ഇങ്ങനെ ത്രോ ചെയ്താൽ മതി. സംഭവം ഓക്കെയാണ്, കൊള്ളാം. വെറൈറ്റി കോൺസെപ്റ്റുകൾ ഇപ്പോൾ ഗരാൻ ഇറക്കുന്നുണ്ട്. പക്ഷെ കളിക്കാൻ പ്ലേയേഴ്സ് ഉള്ളപ്പോൾ അവർ ഇറക്കിയില്ല. എല്ലാ പ്ലേയേഴ്സും നിർത്തി പോയി കഴിഞ്ഞപ്പോഴാണ് ഗരാൻ ഈ സാധനമൊക്കെ ഇറക്കി കൊണ്ടുവന്നേക്കണം. എന്ത് കാര്യമുണ്ട്, ഒരു ടൈമിലൊക്കെ വേറെ ലെവലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇവൻറ്റ്സ്, അതായത് പ്രൈം ടൈമിൽ ഫ്രീ ഫയറൊക്കെ നല്ല കത്തിയുന്ന സമയത്ത് കൊണ്ടുവരേണ്ട കൊളാബൊക്കെ എല്ലാവരും പോയി തുടങ്ങിയപ്പോഴാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. തിരിച്ചു പിടിക്കാനായിട്ടായിരിക്കും, നോക്കാം നമുക്ക്. മേ ബി ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും ഗെയിം. ഓക്കെ, ഇത് ഇവിടെ നിന്നൊന്നും ത്രോ ചെയ്ത് എത്തൂലല്ലോ, അടുത്ത് പോയി അടിക്കാനല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് ചുമ്മാ അടുത്ത് പോയിട്ട് ഒരു ട്രൈ നടത്തി നോക്കാം ഗൈസ്. എനിക്ക് കൺട്രോൾസ് ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് റെഡി ആവുന്നില്ല.
ഓ ഡാം ഇറ്റ്. യെസ് ഗൈസ് നമ്മൾ ഒരാളെ കൊന്നു. നമുക്ക് ഗ്രനേഡും പിന്നെ വേറെ എന്തോ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒതുങ്ങിക്കാം. ഓക്കെ, എൻ്റെ ഗെയിം പ്ലേ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാൾ, അതായത് എൻ്റെ ടീംമേറ്റ് എൻ്റെ ഗെയിം പ്ലേ കാണുന്നുണ്ട്. ഓ അവന്മാരവിടെ നിന്ന് നല്ല അടിയ ഗൈസ്. അവന്മാരുടെ കയ്യിൽ ഗണ്ണുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കൊള്ളാം ഫ്രണ്ട്സ്, കളിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ട് ഇതിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി, കൊള്ളാം. ഇതിൻ്റെ ഡിസ്പ്ലേ കർവ്ഡാണ് ഫ്രണ്ട്സ്. കർവ്ഡ് ആയിട്ടുള്ള കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ പിടിക്കാനൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു കർവ്ഡ് ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് കൈയൊക്കെ അതിലിരിക്കുന്നുണ്ട്. നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഗെയിം കളിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ പതുങ്ങി നിൽക്കേണ്ടായിരിക്കും ഗൈസ് ബെറ്റർ. ഓ ഇനി നിൽക്കാൻ പറ്റില്ല ഗൈസ്, തെണ്ടികൾ കിട്ടി ഗൈസ്. എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ കാൺ ഡു എനിത്തിങ്. ഓക്കെ, കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല അവന്മാരെ പിടിക്കാനായിട്ട് പറ്റിയ ഡാമേജ് ഗൈസ്. ചത്തു ഫ്രണ്ട്സ്, പക്ഷേ കുഴപ്പമില്ല. ഫസ്റ്റ് ഗെയിം പ്ലേ നമ്മൾ ഒരാളെങ്കിലും നോക്ക് എടുത്തു. ഐ ആം സാറ്റിസ്ഫൈഡ്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ ഫ്രണ്ട്സ് കൊള്ളാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ കളി കഴിഞ്ഞു. നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട്, അതേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഫോണെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഫ്രണ്ട്സ് കൊള്ളാം. ഈ ഒരു ഫോണിൽ ഫ്രീ ഫയർ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനിൽ കളിക്കാനായിട്ട് നല്ല രസം. ഇത് ഏത് കണ്ണാണ് ഞാൻ എടുത്തത് ഗൈസ്? ഓക്കെ, ഏതൊക്കെ ഒരു കണ്ണെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ ഒരു കണ്ണൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല. ചാവല ഞെക്കി പിടിക്കാനൊക്കെ മറന്നുപോയി ഗൈസ്. ഇതുമ്പോൾ ഞെക്കി പിടിച്ചാൽ മതിയില്ലേ? ഗൈസ് ചത്തു ഫ്രണ്ട്സ്. എന്തായാലും എൻ്റെ ഗെയിം പ്ലേ വളരെ ഷോകോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഫോൺ കൊള്ളാം ഫ്രണ്ട്സ്. ഫ്രീ ഫയർ കളിക്കാൻ സൂപ്പർ. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു IQ Z10R? അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിക്കണം. കൂടാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം. 4K വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം. എങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം കാശില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കണമെങ്കിൽ അവർക്ക് പറ്റിയ ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു IQ Z10R. ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഞാൻ ഫ്രീ ഫയർ കളിച്ച് നോക്കി, ഞാൻ ഹൈ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒരു ഫോൺ എടുക്കണം എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് IQന്റെ Z10R. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ അടിപൊളി ഗെയിമിംഗ് ടെക് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.